ഛത്തീസ്ഗഡിൽ വീണ്ടും കുഴിബോംബ് ആക്രമണം. ഒരു CRPF ജവാന് പരിക്ക്. ബീജാപ്പൂരിലെ സുരക്ഷാസേന പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ ജവാനെ ബീജാപ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും മനു അഖില ചേരുന്നു. മനു, എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ജവാന്റെ ആരോഗ്യനിലയെപ്പറ്റി വിവരങ്ങളുണ്ടോ? ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നും വിവരങ്ങളുണ്ടോ? CRPFന്റെ 190-ാം ബറ്റാലിയന്റെ ഒരു സംഘം നക്സൽ വിരുദ്ധ ഓപ്പറേഷന്റെ ഭാഗമായി ബീജാപ്പൂരിലെ മഹാദേവ് ഘട്ട് മേഖലയിൽ പരിശോധന നടത്തവെയാണ് ഈ സ്ഫോടനമുണ്ടായത്. ഛത്തീസ്ഗഡിലെ ദന്തേവാഡയിൽ ബീജാപ്പൂരിൽ മാവോയിസ്റ്റ് സ്വാധീന മേഖലകളിൽ പെട്രോളിംഗ് നടത്തിയ CRPF ജവാൻ അശ്രദ്ധമായി കുഴിബോംബിൽ ചവിട്ടിയതാണ് അപകടത്തിന് കാരണം. ഗുരുതരമായി പരിക്കേറ്റ ജവാനെ ഇപ്പോൾ ബീജാപ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വേറെ ആർക്കും പരിക്കുള്ളതായിട്ട് ഇപ്പോൾ അറിയിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന്റെ നില ഗുരുതരമായി തുടരുന്നുവെന്നാണ് നമുക്ക് അവസാനമായി ലഭിച്ച വിവരം. നേരത്തെ ഇതേ മേഖലയിൽ തന്നെ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച കുഴിബോംബ് പൊട്ടിത്തെറിച്ച് 8 ജവാന്മാർ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഛത്തീസ്ഗഡിലെ ബസ്തറിൽ സുരക്ഷാ സൈനികമായുള്ള ഏറ്റുമുട്ടലിൽ 4 നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സൈനിക വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. അബുജ്മതിലെ വനത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘം നക്സലൈറ്റ് വിരുദ്ധ ഓപ്പറേഷനിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് കഴിഞ്ഞ ദിവസം സൈനിക വാഹനം പൊട്ടിത്തെറിച്ചത്. ഒരു ഡ്രൈവറും 8 CRPF ജവാന്മാരും ഉൾപ്പെടെ 9 പേരാണ് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നത്. സ്ഫോടനത്തിൽ സൈനിക വാഹനം പൊട്ടിച്ചിതറുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം സമീപ ജില്ലയെ നാരായൺപൂരിലും നക്സലുകൾ സ്ഥാപിച്ച കുഴിബോംബ് പൊട്ടിത്തെറിച്ച് ഒരു ഗ്രാമവാസി കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ ഓപ്പറേഷനുകളിൽ ഈ മേഖലയിൽ നിന്നും വ്യാപകമായി കുഴിബോംബുകൾ കണ്ടെത്തുകയും 6ലധികം കുഴിബോംബുകൾ നിർവീര്യമാക്കുകയും ചെയ്തിരുന്നു. നക്സൽ സ്വാധീന മേഖലയായ അബുജ്മതിൽ ഉൾപ്പെടെ നിരവധി കുഴിബോംബുകൾ ഈ ഒരു ഒരാഴ്ച കാലത്തിനിടെ സുരക്ഷാസേന നിർവീര്യമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും കുഴിബോംബ് ആക്രമണങ്ങളും നിലവിൽ ജവാന്മാരുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. മനു ആണ് വിവരങ്ങൾ നൽകിയത്.